അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകഥയുടെ 198 ഭാഗത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പറയാനുള്ളത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചാണ്. ഇതിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരു ദിവസം ഗൈനുക്കാൽ ചന്തയിൽ ആഭരണ സംബന്ധമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മുസ്ലിം സ്ത്രീ എത്തി. അപ്പോൾ അവരിരുന്നപ്പോൾ അവരുടെ വസ്ത്രത്തിൻ്റെ പുറകുഭാഗം പിൻവശത്തെ ഒരു കൊളുത്തിൽ ആ സ്ത്രീ അറിയാതെ തന്നെ ഒരാൾ കൊളുത്തിയിടാണ്. അപ്പോൾ അവിടെ കുറച്ച് ജൂതന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ സ്ത്രീ എഴുന്നേറ്റപ്പോൾ വസ്ത്രം ഉയർന്ന് അവരുടെ നഗ്നത വെളിപ്പെടുകയും ഇത് കണ്ടു നിന്ന മറ്റു ജൂതന്മാരൊക്കെ കൂടി ആർത്ത് ചിരിക്കുകയും അവരെ കളിയാക്കുകയും ചെയ്തു. അങ്ങനെ അവഹേളിതയായ ആ സ്ത്രീ ഉച്ചത്തിൽ കരഞ്ഞു. അപ്പോൾ ഇതെല്ലാം കണ്ടു നിന്ന ഒരു മുസ്ലിം യുവാവ് അവിടെ ഉണ്ടായിരുന്നു. അയാൾ ആ കച്ചവടക്കാരൻ്റെ നേർക്ക് ചെന്ന് അയാളെ വകവരുത്തുകയാണ്. കാരണം ആ കച്ചവടക്കാരൻ്റെ ഒത്താശയോട് കൂടിയിട്ടാണ് ഇവർ ഈ പ്രവൃത്തി ചെയ്തത്. അപ്പോൾ ഇതേ തുടർന്നിട്ട് ജൂതന്മാരെല്ലാം കൂടിയിട്ട് മുസ്ലിം യുവാവിനെതിരെ തിരികെയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്യുന്നു. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയുടെ നേതൃത്വം അബൂ ലുബാബയെ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ചുകൊണ്ട് ബനു ഖൈനുഖാ ജൂത കേന്ദ്രത്തിലേക്ക് പട നയിക്കുകയാണ്. അപ്പം അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ അവഹേളിച്ചു എന്നുള്ളതാണ്. അങ്ങനെ കുതിച്ചു വന്ന മുസ്ലിം സൈന്യത്തെ കണ്ട അവരുടെ കോട്ടയ്ക്കുള്ളിൽ അഭയം തേടുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ അവിടെ 15 ദിവസം അതിനുള്ളിൽ അവരെ ഉപരോധിക്കുകയുണ്ടായി. ഒടുവിൽ അവർ കീഴടങ്ങി. അപ്പോൾ ഇതിനിടയിൽ കപടവിശ്വാസിയായിട്ടുള്ള അബ്ദുല്ലാ ഇബ്നു ഉബയ്യിൻ്റെ ഇടപെടൽ മുഖേന അവർ രക്ഷപ്പെടുകയാണ്. അപ്പോൾ അവരെ മദീനയിൽ നിന്നും നാട് കടത്തുകയും അവർ ഷാമിലെ ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. പിന്നെ അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിൽ നിന്ന് നിരവധി യുദ്ധോപകരണങ്ങളൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ സ്ത്രീകൾക്ക് നേരെ വന്ന ഏതൊരു കയ്യേറ്റത്തെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കർശനമായി നേരിടുകയുണ്ടായി എന്നുള്ളതാണ്. മറ്റൊരു സംഭവം പറയുന്നത്, ഒരിക്കൽ ഒരു അക്രമി ഒരു ജൂത പെൺകുട്ടിയുടെ ആഭരണങ്ങൾ കവർന്നെടുത്തിട്ട് അവരുടെ തലക്ക് ഒരു കല്ലുകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയാണ്. അപ്പോൾ അവരുടെ ബന്ധുക്കൾ ഉടനെ തന്നെ അവളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിക്കുക. അപ്പോൾ ആ സമയത്ത് അവൾ മരണാസന്നയിൽ എത്തിയിരുന്നു, ബോധം നശിച്ചിട്ടില്ല. അപ്പോൾ അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിലെ പ്രധാന അക്രമികളുടെ പേരുകൾ ഓരോന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ഇവനാണോ ഇത് ചെയ്തത് എന്നുള്ളത് ചോദിക്കുക. അപ്പോൾ അവൾ അതല്ല എന്ന് തലയാട്ടും കഴിഞ്ഞു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു പേര് ചോദിച്ചപ്പോൾ അവൾ തലകുലുക്കി അതെ എന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ തന്നെ അവനെ പിടികൂടി കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശിക്കുക. അങ്ങനെ അവനെ പിടികൂടി കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം അയാളുടെ തലയും അപ്രകാരം തന്നെ കല്ലുകൊണ്ട് അടിച്ച് തകർക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രധാന അജണ്ട തന്നെ ആയിരുന്നു എന്നുള്ള. സ്ത്രീകൾക്ക് നേരെ വ്യാപകമായ കയ്യേറ്റങ്ങൾ അരങ്ങേറിയ ഘട്ടത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദിയിനോട് പറഞ്ഞു, അതിയെ നിനക്ക് ആയുസ്സുണ്ടെങ്കിൽ തീർച്ചയായും കാണാം. ഒരു സ്ത്രീ ഹിറയിൽ നിന്ന് കഅബ വരെ ഏകാഗിയായി യാത്ര ചെയ്ത് തീർത്ഥാടനം നടത്തുന്ന ഒരു കാലം. അന്ന് അവൾക്ക് അള്ളാഹുവിനെയും അല്ലാതെ മറ്റാരെയും ഭയക്കേണ്ടത് വരികയില്ല എന്നുള്ളതാണ്. പിന്നീട് കാലങ്ങൾക്ക് ശേഷം അദീ പറഞ്ഞു, ആ രംഗം ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്നുള്ളതാണ്. അപ്പം മുസ്ലിം സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റുന്നൊരു കാലഘട്ടം വരുമെന്ന് അന്ന് പ്രവാചകൻ പ്രവചിക്കുകയും പിന്നീട് അത് സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മുസ്ലിം സ്ത്രീകൾക്ക് ഹിജ്റ 5-ാം വർഷമാണ് സമ്പൂർണ്ണമായ വസ്ത്രധാരണ സമ്പ്രദായം നിയമമാക്കപ്പെട്ടതെന്ന് പറയുന്നു. അറേബ്യൻ സമൂഹത്തിൽ അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ അടിസ്ഥാനം തന്നെ ലൈംഗികതയായിരുന്നു. പലപ്പോഴും സ്ത്രീത്വം കയ്യേറ്റം ചെയ്യപ്പെട്ടു. അപ്പോൾ ആ സമയത്താണ് സ്ത്രീകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതീക്ഷ നൽകിക്കൊണ്ട് ഇത് പറഞ്ഞത്. ഏതൊരു സ്ത്രീക്കും അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയക്കാതെ സുരക്ഷിതയായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം തന്നെ വരും എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. 33-ാമത്തെ സൂറത്തായ സൂറത്തുൽ അഹ്സാബിലെ 58-59 ആയത്തുകൾ പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേയും അവന്റെ റസൂലിനെയും ദ്രോഹിക്കുന്നവരാരോ അവരെ ഇഹത്തിലും പരത്തിലും അല്ലാഹു ശപിച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടി അപമാനകരമായ ശിക്ഷ അവൻ ഒരുക്കി വച്ചിട്ടുമുണ്ട്. والذين يؤذون المؤمنين
പുരുഷന്മാരെയും സ്ത്രീകളെയും അവർ തെറ്റായ യാതൊന്നും ചെയ്യാതിരിക്കെ ശല്യപ്പെടുത്തുന്നവരാരോ അവർ അപവാദവും പ്രത്യക്ഷമായ പാപവും പേറിയിരിക്കയാണ്. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. നബിയെ, നിന്റെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക. അവർ തിരിച്ചറിയപ്പെടുവാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും അതാണ് ഏറ്റവും അനുയോജ്യമായത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സത്യവിശ്വാസികൾക്കും ശല്യമുണ്ടാക്കുന്നതിനെ പറ്റി താക്കീത് ചെയ്ത ശേഷം അവരുടെ പരിശുദ്ധിയും മാന്യതയും കാത്തു സൂക്ഷിക്കുന്നതിന് ആവശ്യമായ ചില നിയമനിർദ്ദേശങ്ങളുമാണ് പിന്നീടുള്ള ആയത്തുകൾ പറയുന്നതെന്നുള്ള. അപ്പം മറ്റൊരു വചനത്തിൽ അതേ സൂറത്തിൽ തന്നെ 33-ാമത്തെ അസ്ഹാബ് സൂറത്തിൽ 32-33 വചനങ്ങളിൽ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا. പ്രവാചക പത്നിമാരെ, സ്ത്രീകളിൽ മറ്റു ആരുപോലെയുമല്ല നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്യരോട് അനുനയ സ്വരത്തിൽ സംസാരിക്കരുത്. അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവന് മോഹം തോന്നിയേക്കും. ന്യായമായ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി കഴിയുകയും ചെയ്യുക. പഴയ അജ്ഞാനകാലത്തെ സൗന്ദര്യപ്രകടനം പോലുള്ള സൗന്ദര്യപ്രകടനം നിങ്ങൾ നടത്തരുത്. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക. പ്രവാചകന്റെ വീട്ടുകാരെ, നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയുവാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കുവാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതായത് സംസാരത്തിൽ താഴ്മയും വിധേയത്വവും പ്രകടമാക്കരുത്, എന്നാൽ മര്യാദയോടും സദാചാരനിഷ്ഠയോടും കൂടി ആയിരിക്കുകയും വേണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ താഴ്മയോടും വിധേയത്വത്തോടും ഒക്കെ സംസാരിക്കുമ്പോൾ, അന്യപുരുഷന്മാരുമായിട്ട് സ്ത്രീകൾ സംസാരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ആകർഷകത്വം ഉണ്ടാവുകയും സ്വാഭാവികമാണ്. അത്തരം സന്ദർഭങ്ങൾക്ക് ഇടവരുത്താതിരിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. സ്ത്രീകളുടെ സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ആദ്യ പടി എന്ന നിലയ്ക്ക് തൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങാനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള നിർദ്ദേശം. അതോടൊപ്പം തന്നെ പുരുഷ സമൂഹത്തോടുള്ള ഖുർആൻ നിർദ്ദേശവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കേൾപ്പിച്ചു. 24-ാമത്തെ സൂറത്തായ സൂറത്തുൻ നൂറിൽ 30-ാമത്തെ വചനത്തിൽ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബിയെ, നീ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും പറയുക. അതാണ് അവർക്ക് ഏറെ പരിശുദ്ധമായിട്ടുള്ളത്. തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن ولا يبدين زينتهن إلا
أو الطفل الذين لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാനും നീ പറയുക. അവരുടെ മക്കനകൾ കുപ്പായമാറുകൾക്കുമീതെ അവർ താഴ്ത്തിയിട്ടുകൊള്ളട്ടെ. അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ പിതാക്കൾ, അവരുടെ ഭർത്തൃപിതാക്കൾ, അവരുടെ പുത്രന്മാർ, അവരുടെ ഭർത്തൃപുത്രന്മാർ, അവരുടെ സഹോദരന്മാർ, അവരുടെ സഹോദരപുത്രന്മാർ, അവരുടെ സഹോദരീപുത്രന്മാർ, മുസ്ലിങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ, അവരുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയവർ അഥവാ അടിമകൾ, ലൈംഗികാസക്തി ഉള്ളവരല്ലാത്ത പുരുഷന്മാരായ പരിചാരകർ, സ്ത്രീകളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത കുട്ടികൾ എന്നിവരൊഴിച്ച് മറ്റാർക്കും തങ്ങളുടെ ഭംഗി അവർ വെളിപ്പെടുത്തരുത്. തങ്ങൾ മറച്ചുവെക്കുന്ന തങ്ങളുടെ അലങ്കാരം അറിയപ്പെടുവാൻ വേണ്ടി അവർ കാലിട്ടടിക്കുകയും ചെയ്യരുത്. സത്യവിശ്വാസികളെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുക. നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളുടെ സാംസ്കാരിക നിലവാരം ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അതിലൂടെ അവർ ആദരിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. സമൂഹത്തിൽ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും സുരക്ഷയും കൈവന്നു. സ്വത്ത് സമ്പാദിക്കാനും ഉടമപ്പെടുത്താനുമുള്ള സ്വാതന്ത്ര്യം, അനന്തരാവകാശത്തിൽ പങ്കാളിത്തം, വിവാഹരംഗത്ത് വിവാഹമൂല്യം നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള തുടങ്ങിയ അവകാശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നേടിക്കൊടുത്തു എന്നുള്ളതാണ്. വളർന്നു വരുന്ന തലമുറക്ക് മാതൃകകളായി മാന്യതയും മര്യാദയും മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഇസ്ലാമിക സംസ്കാരം ഉയർത്തിപ്പിടിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളിത് കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.